എവിടെ ഏത് സ്ത്രീ അവമാനിക്കപ്പെട്ടാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പ്രതികരിച്ചില്ലെന്ന് അപ്പോഴവർക്ക് ധൈര്യം ഉണ്ടായില്ലായിരിക്കാം. അയാൾ കളിച്ച കളി തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞു. എന്നിട്ട് ഇത്രയും കാശ് കൊടുത്ത് കൊണ്ടുവന്നത് ആ കലാകാരി അവമാനിക്കാനാണോ? ഉത്തരേന്ത്യയിൽ ഒരു സ്വാമി ഒരു ഫോൺ കൊടുത്തോണ്ട് നടക്കുന്നവരെ കുറെ ആൾക്കാർ പോകുന്നില്ലേ? അതാണ് ആ സ്വാമിയുടെ ഇഷ്ടം. പറയുന്ന ആളുകളുടെ രാഷ്ട്രീയവും സമ്പത്തും സ്വാധീനവും സൗന്ദര്യവും ഒക്കെ ചേർത്ത് പിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ഈ നിയമത്തെ കൈകാര്യം ചെയ്യുന്നത്. ആ തെറ്റിന്റെ പേരിൽ ഇപ്പം നടത്തുന്ന ഒരു കോലാഹലത്തെ അവകാശമായാണ് ഞാൻ കാണുന്നത്. ബിന്ദു അമ്മിണിയെ മുഖത്ത് നോക്കി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ആക്രമിക്കുകയും അവകാശമതയെ വാക്കിൽ ഇട്ടപ്പോൾ ഈ പറയുന്ന നിയമപാലകരും നിയമസംഹിതയും എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ അത് ടൈംലി ആക്ട് ചെയ്യണം. ടൈംലി ആക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റി കൂടുന്നത്. ആ ഡ്രസ്സ് കാണുന്നവർക്ക് എത്ര മോശമായി കാണുന്നു എന്നൊരവസ്ഥ കൂടെ ധരിക്കുന്ന ആൾ കൂടെ ഉൾക്കൊണ്ടാൽ നന്നായിരിക്കും. ഇത്തരം ഒരു പ്രദർശനങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു വൈകാരികത ഉണ്ടാകുന്നത് ഒരു സയന്റിഫിക്കായ ഒരു സ്വാഭാവിക നൈസർഗികമായ സ്വഭാവം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഹണി റോസിന്റെയും ബോച്ചയായിട്ടുള്ള വിഷയത്തിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തുകൊണ്ട് അപ്പൊ പ്രതികരിച്ചില്ലെന്ന്? ഇത് എവിടെ ഏത് സ്ത്രീ അവമാനിക്കപ്പെട്ടാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പ്രതികരിച്ചില്ലെന്ന് അപ്പോഴവർക്ക് ധൈര്യം ഉണ്ടായില്ലായിരിക്കാം. പക്ഷെ മറ്റേ നീനു ഉണ്ടല്ലോ, അത് തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് പറയുന്നതാണ്. ഇത് അപ്പൊ പ്രതികരിക്കാത്തതെന്ന് വെച്ചാൽ ഇങ്ങരുടെ ഒരു ജുവലറിയുടെ പ്രൊമോഷന് വേണ്ടി അവരെ വിളിച്ചു വരുത്തിയതാണ്. നമ്മൾ ഒരു കലാപരിപാടിക്ക് ഒരു ആർട്ടിസ്റ്റ് ഒരു ലേഡിയെ വിളിച്ചു വരുത്തും പോലെ വിളിച്ചു വരുത്തിയതാണ്. വിളിച്ചു വരുത്തിയപ്പോൾ അന്ന് കാണിച്ചതെല്ലാം അവരനുകൂലിച്ച് നിന്നു. പക്ഷെ വീണ്ടും ഫോളോ ചെയ്ത് പല വീഡിയോയിലും അങ്ങനെ അവമാനിച്ചു. കുന്തി ദേവി എന്ന് പറഞ്ഞ് വീണ്ടും അവമാനിച്ചു. വേറൊരു വീഡിയോയിൽ പറഞ്ഞത് ആരൊക്കെ വിളിച്ചു ചോദിച്ചു നിനക്ക് കിട്ടിയോ, റേറ്റ് എത്ര എന്നൊക്കെ അതിൽ പറഞ്ഞു. ഇത് ഏത് സ്ത്രീയാണ് സഹിക്കുന്നത്? സഹിക്കില്ല. അപ്പൊ അവര് പിന്തുടർന്ന് അങ്ങേർക്ക് ഒരു ചെറിയ ലൂസ് ഉണ്ട്. പക്ഷെ അത് പോയിട്ട് അങ്ങനെ ഒരു പച്ച മനുഷ്യനാണ്, ഒരുപാട് പേരെ സഹായിക്കുന്നതാണ് എല്ലാം തന്നെ. പക്ഷെ അയാൾ സ്വയം പ്രൊമോട്ടർ ആവുകയാണ്. എന്ന് വെച്ചാൽ വേറൊരു താരത്തിനെ വെച്ച് 5 കോടി കൊടുത്ത് ഒരു പ്രൊമോഷൻ ഉണ്ടാക്കുന്നതിന് പകരം അങ്ങേരെ ഒരു കോമാളി വേഷം കെട്ടി ഇതുണ്ടാക്കുന്നു. അപ്പൊ ഇതും അങ്ങനെ ജയിലിൽ പോകുന്നത് വരെ അയാൾ അതാണ് ചെയ്തത്. അയാളുടെ കമ്പനിക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടാക്കുക അല്ലേ? ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ അയാൾ വിചാരിച്ചത് ജയിലിൽ വരെ പോകാം, ഏറ്റവും വലിയ വക്കീലിനെ കൊണ്ടുപോകാം, അവിടെ ചെന്ന് വാദിച്ചിട്ട് അവിടെ നിൽക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഈ കേട്ട ജഡ്ജിക്ക് ഇതെല്ലാം ന്യായമെന്ന് തോന്നി ജാമ്യം കൊടുത്തില്ല. അയാളെ പിടിച്ച് അകത്തിട്ടപ്പോഴാണ് ഇത് മാറിയതും അയാളെ ബിസിനസ്സിനെ ബാധിച്ചത്. അയാൾ കളിച്ച കളി തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞത് കോടതിയിൽ വക്കീൽ വാദിച്ച ഇതെന്താണ്? അയാള് ഒരു ബിസിനസ്സുകാരനാണ്, രണ്ടാമത് വലിയ തുക കൊടുത്താണ് ആ താരത്തിനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ജഡ്ജിക്കും തോന്നിയത്, മറുചോദ്യം ചോദിച്ചത്, ഇത്രയും കാശ് കൊടുത്ത് കൊണ്ടുവന്നത് ആ കലാകാരി അവമാനിക്കാനാണോ എന്ന് തിരിച്ചു ചോദിച്ചു. അതോടുകൂടി ജാമ്യമില്ലാതെ അങ്ങ് എഴുതി. ഇതേപോലെ പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു വള്ളംകളിക്ക് കൊല്ലം എംപിയും അന്നത്തെ സൂപ്പർ സ്റ്റാർ ഒരു ഈ കേരളത്തിലെ മികച്ച നടിയെന്ന അവാർഡ് കിട്ടിയ ഒരു നടിയെ അവരെ അവമാനിച്ചു. കൂടുതൽ അവരെ വിരട്ടി സിനിമാ ലോകത്ത് നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. അവര് കേസ് പിൻവലിച്ചു. പക്ഷെ ആ സാഹചര്യമല്ല ഇന്ന്. ഇവര് പറഞ്ഞ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും, കാണിച്ചു തരാം. പക്ഷെ അവര് വസ്ത്രധാരത്തെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനിരിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഈ പറയുന്നവര് ഒരു ഉത്തരേന്ത്യയിൽ ഒരു സ്വാമി ഒരു ഫോൺ കൊടുത്തോണ്ട് നടക്കുന്നവരെ കുറെ ആൾക്കാർ പോകുന്നില്ലേ? അതാണ് ആ സ്വാമിയുടെ ഇഷ്ടം. ഈ നഗ്ന സ്വാമിമാരുടെ മേള നടത്താൻ സർക്കാർ കോടികൾ കൊടുക്കുന്നില്ലേ? അപ്പൊ അത് അവരുടെ ഇഷ്ടം. ഇതിപ്പോ ഇവരുടെ വേഷം എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന അനുസരിച്ച് വേഷത്തിൽ വന്നതാണ് അത്. അപ്പൊ അവരെ അവമാനിക്കുന്ന അവര് പേഴ്സണലി പുറത്തു പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള വസ്ത്രധാരണങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പുറത്ത് പോകുമ്പോഴത്തേക്ക്, ചടങ്ങിന് പോകുമ്പോഴത്തേക്ക്. അല്ലാണ്ട് ഇപ്പം പുറത്ത് അവർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാൻ നേരത്തോ അവർ ഇതേപോലെയുള്ള വസ്ത്രങ്ങൾ. അത് ഇവിടെ എത്ര പിള്ളേരെ നടക്കുന്നു അങ്ങനെ. നമ്മള് ഫിലിം ഫെസ്റ്റിവലിന് പഴയ പെമ്പിള്ളേര് ചുരിദാർ ഇടുമ്പോ ഒരു ഷോൾ കൂടി ഇടും. ഇപ്പൊ ആരെങ്കിലും ഇടുന്നുണ്ടോ? ഇപ്പൊ സ്ലീവ്ലെസ് അല്ലേ കൂടുതലും ഫിലിം ഷോയ്ക്ക് നമ്മൾ കണ്ടത്. അപ്പൊ കുറെ അങ്ങനെ വരുന്നു. ഒരു ഭാഗത്ത് മതവാദികൾ കൂടുതൽ ഇടുന്നു. ഏതിട്ടാൽ നമുക്കെന്താ? നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ലേ? ഏത് വസ്ത്രം അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ വസ്ത്രം ഇടാന്നുള്ള. അവർ ഇടാതെ കിടന്നാൽ എന്ത്? ഇട്ടാലും ഇടാതെ കിടന്നിരുന്നാലും നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ ഹണി റോസ് അതിനെ കൊണ്ട് ആ
പ്രൊമോഷൻ ഇങ്ങേരുടെ ഇതിന് അതേ വേഷം പിടിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോഴത്തെ സംഭവം അല്ല, അപ്പോഴെന്ത് പ്രതികരിച്ചെന്നല്ല, പിന്നീടുള്ള പല വീഡിയോയിലും ആ സ്ത്രീയെ ഒരുപാട് അപമാനിച്ചു. അതിനാണ് കേസ് കൊടുത്തത്. അപ്പൊ സ്ത്രീകളെ സൈബർ ആക്രമണം നടത്തുക, അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് ഹണി റോസ് കേസിന് പോയത് അല്ലെ ചേട്ടന്റെ അഭിപ്രായം എന്നാണ് എന്റെ എല്ലാവരുടെയും അഭിപ്രായം. ശരിയാണ്, ശരി. ഹണി റോസിന്റെയും ബോച്ചയുടെയും ഇപ്പോഴത്തെ കേസ് അറിയാലോ, അപ്പം അതിനെപ്പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ആക്റ്റീവായതിനു ശേഷം വളരെയധികം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിഷയങ്ങളും തന്നെ നമ്മുടെ അധികാരികൾ ടൈംലി ആക്ഷൻ എടുക്കാറില്ല. അത് പറയുന്ന ആളുകളുടെ രാഷ്ട്രീയവും സമ്പത്തും സ്വാധീനവും സൗന്ദര്യവും ഒക്കെ ചേർത്ത് പിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ഈ നിയമത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇനി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഹണി റോസിനോട് എന്നല്ല ഏത് സ്ത്രീയോടും അതൊരു ദേവാത്വ പ്രയോഗം നടത്തിയാൽ, അത് അത്തരത്തിൽ പ്രയോഗം നടത്തിയാൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റിനെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ ആ തെറ്റിന്റെ പേരിൽ ഇപ്പം നടത്തുന്ന ഒരു കോലാഹലത്തെ അവകാശമായാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? അതിന് കാരണം നമുക്കറിയാം, ഇവിടെ ധാരാളം വിഷയങ്ങൾ ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമലയിൽ ക്ഷേത്രത്തിൽ കയറിയ അഡ്വക്കേറ്റ് ബിന്ദു അമ്മണി സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാമെന്നൊരു നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തെ അനുശാസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു നിയമത്തെ അനുശാസിക്കാൻ ചെയ്ത ബിന്ദു അമ്മണിയെ മുഖത്ത് നോക്കി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ആക്രമിക്കുകയും അവകാശമതയെ വാക്കിൽ ഇട്ടപ്പോൾ ഈ പറയുന്ന നിയമപാലകരും നിയമസംഹിതയും എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഞാൻ ബിന്ദു അമ്മണി എന്ന നിയമം ചെയ്യും ഹണി റോസ് എന്ന ഒരു വ്യക്തിയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ രണ്ട് നീതി, ഇരട്ട നീതി വന്നില്ലേ? അങ്ങനെ ഇന്ത്യയിൽ ഒരു ഇരട്ട നീതി അല്ലെങ്കിൽ കേരളത്തിൽ ഇരട്ട നീതി നടപ്പാക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ഹണി റോസിനെ ബോച്ച വേദിയിൽ വെച്ച് അപമാനിക്കുന്ന ഒരു 3-4 മാസം മുന്നെയാണ്. അന്ന് എന്തുകൊണ്ട് ഹണി റോസ് പറഞ്ഞില്ല? ഇങ്ങനെ പേഴ്സണലി ഇപ്പം ഉദ്ഘാടനത്തിനായിരുന്നാലും പുള്ളിക്കാരൻ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാറുണ്ട് പുള്ളിക്കാരിയെ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഹണി റോസ് പറഞ്ഞില്ല ഇങ്ങനെ വേദിയിൽ വെച്ച് അപമാനിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പിന്നെയും പിന്തുടരത്തില്ലായിരുന്നു. പുള്ളിക്കാരനും അത്യാവശ്യം ഫെയിം ഉള്ള ഒരാളാണ്. ഇപ്പൊ ബോച്ച എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം സമൂഹത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല എന്ന് ഉള്ളതിനെ പറ്റി ഞാൻ എന്താണ്? അത് തന്നെയാണ് എന്റെ പ്രസക്തമായ വിഷയം. കാരണം ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ അത് ടൈംലി ആക്ട് ചെയ്യണം. ടൈംലി ആക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റി കൂടുന്നത്. പലപ്പോഴും പലരും ടൈംലി ആക്ട് ചെയ്യാതെ പിന്നത്തേൽ ആക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കളർഫുള്ളായ കാര്യങ്ങൾ കൂടെ ചേർക്കാൻ അവർക്ക് കഴിയും എന്നാണ് എന്റെ വിവക്ഷ. ഇപ്പം ഹണി റോസിന് വേണ്ടി ആണോ ഇത്തരം സമയം താമസിച്ചതാണ് എന്റെ സംശയം. അപ്പം ഹണി റോസിന്റെ ഒരു പടം അടുത്ത മാസം റിലീസ് ഉണ്ട്. റേച്ചൽ എന്ന് പറഞ്ഞ ഒരു മൂവി അടുത്ത മാസം റിലീസ് ഉണ്ട്. അപ്പം അതിന് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട് ചേട്ടന്? അതിന്റെ ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ചില ആളുകൾക്ക് വേണമെങ്കിൽ അത്തരം ഒരു അഭിപ്രായം വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അവരൊരു ഇപ്പോഴത്തെ ഫെയിമായി നിൽക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീത്വമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന് വേണ്ടിയാണ് ഇത് ചെയ്യണമെന്ന് പറയാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ഞാൻ തൽക്കാലം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ചേട്ടാ, പിന്നെ പുള്ളിക്കാരിയുടെ വേഷത്തെ പറ്റി എന്താണ്? പുള്ളിക്കാരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി സമൂഹത്തിൽ ഒരുപാട് ചർച്ചകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിരുന്നാലും പല ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കുട്ടികളിൽ അത് ഒരു വിഷയമായി എത്തുന്നുണ്ട് അല്ലോ ഇല്ലയോ? അതിന്റെ അഭിപ്രായം അല്ല, അത് ഇപ്പൊ ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായി ഒരു ഡ്രസ് ഒരാളുടെ മൗലിക അവകാശമാണ്, അത് ധരിക്കുക എന്നുള്ളത് അയാളുടെ മൗലിക അവകാശമാണ്. പക്ഷെ അത് അയാളുടെ മൗലിക അവകാശമായി നിലകൊള്ളുമ്പോൾ തന്നെ ആ ഡ്രസ്സ് കാണുന്നവർക്ക് എത്ര മോശമായി കാണുന്നു എന്നൊരവസ്ഥ കൂടെ ധരിക്കുന്ന ആൾ കൂടെ ഉൾക്കൊണ്ടാൽ നന്നായിരിക്കും. ഈ ആണും പെണ്ണും തമ്മിൽ ഈ വൈകാരികത അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട്. കാരണം ആണിന് ഏതെങ്കിലും ഒരു ഇത്തരം ഒരു പ്രദർശനങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു വൈകാരികത ഉണ്ടാകുന്നത് ഒരു സയന്റിഫിക്കായ ഒരു സ്വാഭാവിക നൈസർഗികമായ സ്വഭാവം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. പക്ഷേ സ്ത്രീക്കാണ് അങ്ങനെയല്ല. അത്തരം ഒരു കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഒരു വൈകാരികത ഉണ്ടാകില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പോലും ആ വിഷയത്തെക്കുറിച്ച് വിചിന്തനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രദർശനം നടത്തുമ്പോൾ ആയത് പുരുഷനായ അല്ലെങ്കിൽ പുരുഷന്മാരായ കുട്ടികളായ വ്യക്തികൾക്ക് കാണുമ്പോൾ അത്തരത്തിലുള്ള വൈകാരികത ഉണ്ടാകാം എന്നുള്ളതാണ് എൻ്റെയും ഒരു
താല്പര്യം. അതുകൊണ്ട് വസ്ത്രം മാന്യമായും ഭംഗിയായി ധരിച്ചാൽ അത് ഏറ്റവും ഉത്തമം എന്നുള്ള നിർദ്ദേശം കൂടെ എനിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ വസ്ത്രം ഒരാളുടെ മൗലിക അവകാശം തന്നെയും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ ഈശ്വർ പുള്ളിക്കാരൻ പുരുഷ സമൂഹത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിലായിരുന്നാലും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പല ബൈറ്റിലും ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് രാഹുൽ ഈശ്വർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം പുരുഷ സമൂഹത്തെ പുള്ളിക്കാരൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബൈറ്റിലൊക്കെ. അപ്പം അത് എന്തുകൊണ്ട്, അതിനെ കുറിച്ച് ഞാൻ എന്താണ് പറയാനുള്ളത്? അത് ഞാനത് കേട്ടിട്ടുള്ളതാണ്. കാരണം രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ചാനൽ പ്രസംഗത്തിലും അല്ലാതെയുള്ള തലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പുരുഷ സമൂഹത്തിന്റെ വിഷയങ്ങളെ കൂടുതൽ ഉയർത്തിക്കാണിക്കുകയും പുരുഷ സമൂഹത്തിന് ഇത്തരത്തിൽ ഒരുപാട് പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ നിയമവശത്തിൽ ആരും കാണുന്നില്ല എന്നൊരു പക്ഷം പുള്ളി ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ അത് ഒരു പുരുഷ സമൂഹത്തിന് ഉണ്ടാകുന്ന പീഡനങ്ങൾ വേറെ ആരും പറയാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ അദ്ദേഹം ഈ പറയുന്നതിൽ നമുക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞല്ലോ, അപ്പം ബോച്ചേനെ പുള്ളി ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ അതിനെ കുറിച്ച് പുള്ളി ബോച്ചയെ നല്ല പുള്ളി സപ്പോർട്ട് ചെയ്യണത്. പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് ആ വിഷയത്തിലേക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ വിഷയത്തെ അദ്ദേഹം ബോച്ചയുമായിട്ട് കണക്ട് ചെയ്യുന്നു മാത്രമാണ്. എന്ന് പറയുമ്പോൾ ഹണി റോസിനെയും ബോച്ചയുടെ ആ വിഷയത്തെ പുള്ളി സപ്പോർട്ട് ചെയ്യും, പുള്ളി പറയുന്നതാണ്. അവിടെ ഈ ബോച്ചയ്ക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാതെ വരുന്നു എന്ന് കാണുന്നതിനെ കുറിച്ചാണ് പുള്ളി എന്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബോച്ചയ്ക്കുള്ള അവകാശങ്ങൾ, പുരുഷനുള്ള അവകാശങ്ങൾ ആരും പറയുന്നില്ല. കാരണം സ്ത്രീ സുരക്ഷാ നിയമം കൂടെ നിലവിലുണ്ട്. ആ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ തന്നെ പലപ്പോഴും ശരിയായി പറയുന്നില്ല. അതിനകത്തൊക്കെ കളർഫുള്ളായ കാര്യങ്ങളെയാണ് ഉയർത്തി കാണിക്കുന്നത്. ശരിയായ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ പലപ്പോഴും കാറ്റ് പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാളയാർ പ്രശ്നം നമുക്ക് എടുക്കാം. വാളയാറിലെ കുട്ടികളുടെ സ്ത്രീ സുരക്ഷാ പ്രശ്നത്തെക്കുറിച്ച്, സ്ത്രീ പ്രശ്നത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ വിഷയത്തെക്കുറിച്ച് ആരും ഇവിടെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ സുരക്ഷയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുകയും മറ്റു സ്ത്രീകളുടെ സുരക്ഷ ആയി കാണാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അത് തന്നെയാണ് അവിടെ അപ്പോഴും ബോച്ചയുടെ കാര്യത്തിനകത്ത് ഈ പുരുഷനുണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ, പ്രശ്നങ്ങളിൽ സ്ത്രീകൾ ഒരുപക്ഷെ ഒരു എല്ലാ തരത്തിലും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായപ്പോലും അത് മൊത്തം പ്രശ്നങ്ങൾ അത് ആ പുരുഷനിലാണ് എന്ന് പറയുന്ന ഒരു തലത്തിൽ രാഹുൽ ഈശ്വർ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് തെറ്റൊന്നുമില്ല.